അങ്ങനെ ഞങ്ങളുടെ രാമേശ്വരം ട്രിപ്പ് ആരംഭിക്കുകയാണ്. കോയമ്പത്തൂരിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങുന്നത്. ഏകദേശം 400 ചില്ലാനും കിലോമീറ്റർ ഉണ്ട്, 414 കിലോമീറ്ററോളം ഉണ്ട്. നമ്മുടെ ആദ്യത്തെ ലൊക്കേഷൻ പാമ്പമ്പാലാണ്. ഇത് ഏകദേശം 2 കിലോമീറ്ററോളം ലെങ്ത് വരുന്നുണ്ട്. ഇവിടെ 3 പാലങ്ങളുണ്ട്. ഈ ആദ്യം കാണുന്ന പാലം 1914 കൺസ്ട്രക്ട് ചെയ്ത് 2022 വരെ ഉപയോഗിച്ചിരുന്ന റെയിൽവേ പാലമാണ്. അതിനപ്പുറത്ത് കാണുന്നതാണ് പുതിയ പാലം. അത് 2025 ഓപ്പൺ ചെയ്തതാണ്. ഇതാണ് പാലത്തിന്റെ മറ്റേ വശം. ഇവിടെ കുറെ ഫിഷിംഗ് ബോട്ടുകളെല്ലാം നിർത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇവിടെയും കാണാൻ. പിന്നെ ഈ പാമ്പൻ ഐലൻഡിനെ മെയിൻലാൻഡ് ഇന്ത്യയുമായിട്ട് ബന്ധിപ്പിക്കുന്ന പാലാണ് ഈ പാമ്പൻ പാലം. ഈ രാമേശ്വരം എന്ന് പറയുന്ന ടൗൺ ഉള്ളത് ഈ പാമ്പൻ ഐലൻഡിലാണ്. നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ അതാണ്. നമ്മൾ അടുത്ത് പോയത് നമ്മുടെ മുൻ പ്രസിഡന്റ് ശ്രീ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ മെമ്മോറിയൽ കാണാനാണ്. DRDO ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു മെമ്മോറിയലാണത്. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. മുൻ പ്രസിഡന്റിന്റെ ഫോട്ടോസ്, പിന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കുറച്ച് സാധനങ്ങൾ, അദ്ദേഹത്തിന്റെ ടോംബ്, അങ്ങനെ എല്ലാം അതിനകത്തുണ്ട്. പക്ഷെ നമുക്ക് അതിനകത്തേക്ക് ഫോട്ടോസോ വീഡിയോസോ എടുക്കാനുള്ള അനുവാദമില്ല. അപ്പൊ നമ്മൾ ഫോൺ പുറത്ത് വെച്ചിട്ടാണ് അകത്തേക്ക് പോയത്. ഞാൻ പുറത്തെ വിഷ്വൽസ് മാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന വെള്ളുണ്ടി തീർത്ഥം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് ആക്ച്വലി എന്താന്ന് പറഞ്ഞാൽ ഒരു കടലിനോട് ചേർന്ന ഒരു കിണറുണ്ട്. അതിനകത്ത് നല്ല വെള്ളം കിട്ടുന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം അവിടെ എങ്ങനെയാണ്. കുറെ ആൾക്കാരൊക്കെ അവിടെ കൂടി നിൽക്കുന്നത് കാണാം. നമ്മൾ ആ കിണറിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഈ കിണർ കടലിനകത്ത് തന്നെയാണ് കേട്ടോ. നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും. കടലിനോട് ചേർന്ന് തന്നെയാണ്. ഈ കിണറിന് ചുറ്റും വെള്ളമൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് നല്ല വെള്ളം കിട്ടുന്നുണ്ടോന്ന് നമുക്ക് പോയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു വെള്ളമൊക്കെ എടുത്തു തരുന്നൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നത്. പോയി നോക്കാം. ആ കിണറിന് ചുറ്റും കുറച്ച് ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. ഒരാൾ അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം വെള്ളം കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന്. അപ്പൊ ഇതാണ് ആ കിണർ. അതിന്റെ താഴെ കുറച്ച് വെള്ളമാണുള്ളത്. അപ്പൊ പുള്ളിക്കാരൻ ഒരു ചെറിയൊരു ബക്കറ്റും കയറോട്ടിട്ട് ആ വെള്ളം എടുത്ത് നമുക്കൊക്കെ കുടിക്കാൻ തന്നു. ഒരു കുഴപ്പമില്ല, ഉപ്പുരസം അങ്ങനെ കടലിലെ ആ ഉപ്പുരസമില്ല. ബട്ട് നമ്മളുടെ എക്സാക്ട് നല്ല കുടിവെള്ളത്തിന്റെ ടേസ്റ്റും ഇല്ല. ഒരു ചെറിയൊരു ചളുപ്പുള്ള വെള്ളം പോലെ ഉണ്ട്. എന്നാലും ഈ കടൽ വെള്ളം പോലെ നല്ല ഉപ്പുമില്ല. ഇതാണ് ആ കിണർ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്നത്. അത് ഈ ബീച്ച് നല്ല ഭംഗിയുണ്ട്, നല്ല വെള്ളമാണല്, അത്യാവശ്യം വൃത്തിയുണ്ട്. ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ധനുഷ്കോടിയാണ്. അപ്പൊ നമ്മൾ വെള്ളുണ്ടി തീർത്ഥത്തിൽ നിന്ന് നേരെ ധനുഷ്കോടിയിലേക്കാണ് പോകുന്നത്. ധനുഷ്കോടി പോകുന്നൊരു ഏകദേശം 5:30 മുമ്പ് അവിടെ എത്താൻ ശ്രമിക്കണം. കാരണം 5:30 ശേഷം അങ്ങോട്ടേക്ക് ആളെ കടത്തി വിടില്ല. ഇതൊരു ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് കടന്നിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോവുക. നല്ല സ്ട്രെയിറ്റ് റോഡാണ്. നമ്മളുടെ സ്വന്തം വണ്ടിയിൽ തന്നെ അങ്ങോട്ടേക്ക് പോവാം. ഞാൻ കേട്ടിരിക്കുന്നത് പണ്ട് ഇങ്ങോട്ടേക്ക് നമ്മളുടെ സ്വന്തം വാഹനത്തിൽ പോകാൻ പറ്റില്ലായിരുന്നു. ഇവിടുന്ന് വാൻ സർവീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് രാമേശ്വരത്ത് നിന്ന്. ആക്ച്വലി ഇപ്പൊ നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിൽ ധനുഷ്കോടിയുടെ എൻഡ് വരെ പോകാൻ പറ്റും. നമ്മൾ ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡിന് ഇരുവശത്തും കടലാണ്. ഒരു ഭാഗത്ത് ഇന്ത്യൻ ഓഷ്യന്റെ ഭാഗമായിട്ടുള്ള ഗൾഫ് ഓഫ് മന്നാർ, മറുഭാഗത്ത് ബംഗാൾ ഉൾക്കടൽ. ഒരു ഭാഗത്തെ കടൽ ഭയങ്കര ശാന്തവും, പക്ഷെ മറുഭാഗത്താണെന്നുണ്ടെങ്കിൽ അതിശക്തമായിട്ടുള്ള തിരമാലകളുമാണ്. നല്ല ഭംഗിയാണ് ഇതിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്യാനും കാണാനും. നമ്മൾ ധനുഷ്കോടി എൻഡ് പോയിന്റ് എത്തുന്നതിന് മുമ്പ് ഒരു ലൈറ്റ് ഹൗസിലേക്കാണ് ആദ്യം പോകുന്നത്. അത് 5:30 ക്ലോസ് ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യം അവിടേക്ക് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഈ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. അപ്പൊ ഇതിന് മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന 2 കടലും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് അതിന്റെ മുകളിലേക്ക് ഒന്ന് കയറാം. ഏകദേശം 10 നില കെട്ടിടത്തിന്റെ ഉയരമുണ്ട് ഈ ലൈറ്റ് ഹൗസിന്. നമുക്ക് നടന്നു കയറേണ്ട ആവശ്യമില്ല, ലിഫ്റ്റ് സൗകര്യമുണ്ട്. 15 രൂപയാണ് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് നമ്മൾ മുകളിലെത്തി. ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ. ഒരു ഭാഗത്ത് വളരെ ശക്തമായിട്ടുള്ള തിരമാലകളും മറുഭാഗത്ത് വളരെ ശാന്തമായിട്ടുള്ള ഒരു കടലുമാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കി കാണുക.
ഈ കാണുന്നതാണ് ബംഗാൾ ഉൾക്കടൽ. ഇത് വളരെ ശാന്തമാണ്, ഒട്ടും തിരമാലകളേ ഇല്ല. പക്ഷെ മറുഭാഗത്താണെന്നുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള തിരമാലകളാണ്. ഇവിടെ നല്ല ശക്തമായിട്ടുള്ള കാറ്റടിക്കുന്നുണ്ട്. നമ്മൾ ഈ ലൈറ്റ് ഹൗസിനകത്തേക്ക് കയറാൻ വരുന്ന സമയത്ത് നമ്മളെ തള്ളിക്കൊണ്ടുപോകുന്ന രീതിയിലുള്ള കാറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ശക്തമായിട്ടുള്ള കാറ്റാണ് ഇവിടെ. ഈ താഴെ കാണുന്നതാണ് ഗോസ്റ്റ് ടൗൺ. പക്ഷേ ഈ മണൽക്കാറ്റേറ്റ് അത് ഏകദേശം മൂടിയ അവസ്ഥയിലാണ്. നിങ്ങൾക്കത് കാണാം, ഏകദേശം പൂർണ്ണമായിട്ടും മൂടിയ അവസ്ഥയിലാണ് ഗോസ്റ്റ് ടൗൺ. ചില ഭാഗങ്ങളിൽ മാത്രമാണ് നമുക്ക് കാണുന്നുള്ളൂ, ചില ബിൽഡിങ്സിന്റെ അവശേഷിപ്പുകൾ. ആ ഭാഗത്തേക്കൊന്നും ഇപ്പോൾ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയും ശക്തമായിട്ടുള്ള കാറ്റാണ് ഇപ്പോൾ അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്, മണൽക്കാറ്റ്. കുറച്ചു നേരം മുകളിലെ കാഴ്ചകളെല്ലാം ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോൾ ലിഫ്റ്റ് ഉപയോഗിക്കാതെ നടന്നിറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ സ്പൈറൽ റോഡിൽ ഞങ്ങൾ പതുക്കെ ഇറങ്ങി. കുറച്ചിറങ്ങിയപ്പോൾ ലിഫ്റ്റ് ആയിരുന്നു നല്ലതെന്ന് തോന്നി, കാരണം കുറച്ചധികം ഇറങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ധനുഷ്കോടി എത്തി. ഇതാണ് ധനുഷ്കോടി ബീച്ച്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പാർക്കിങ്ങിന് കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു, പക്ഷെ ഒരു സ്പേസ് കിട്ടി, പെട്ടെന്ന് പാർക്ക് ചെയ്തു. ഇനി നമ്മൾ എൻഡ് പോയിന്റിലേക്കാണ് പോകുന്നത്. ഇതാണ് എൻഡ് പോയിന്റിലെ അശോക സ്തംഭം. വണ്ടി പാർക്ക് ചെയ്ത അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് എൻഡ് പോയിന്റിലേക്ക്. ഇങ്ങോട്ട് വരുന്ന വഴി ഭയങ്കര ശക്തമായിട്ടുള്ള മണൽക്കാറ്റാണ്. ആ മണൽ വന്ന് നമ്മുടെ ദേഹത്തും കണ്ണിലും ചെവിയിലെല്ലാം അടിച്ചു കയറുക. ഒരു തരം സൂചി കുത്തുന്ന പോലെയുള്ള ഒരു വേദനയാണ്. കുട്ടികളൊക്കെ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ എൻ്റെ മോനും ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പോൾ അവനെ പാതി വഴിയിൽ നമ്മളവനെ തിരിച്ചു കൊണ്ടുപോയി കാറിലിരുത്തി, എന്നിട്ടാണ് തിരിച്ചു വന്നത്. ഏറ്റവും ഡെഡ് എൻഡിൽ ഈ പറയുന്ന മണൽക്കാറ്റില്ല. നല്ല ഭംഗിയായിരുന്നു അവിടെ, നല്ല കാറ്റും. അതുകൊണ്ട് നമ്മൾ കുറച്ചധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. ഏകദേശം ആ ഒരു 6:30-7 മണിയോട് കൂടിയിട്ട് ഇവിടുന്ന് ആളുകളെല്ലാം തിരിച്ച് പോയി തുടങ്ങും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 6:30 കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. ധനുഷ്കോടിയിലേക്ക് ഈവനിങ് വരുന്നതാണ് നല്ലതെന്ന് തോന്നി, കാരണം ഇപ്പോൾ സൺസെറ്റിന്റെ സമയമായി. മൊത്തത്തിൽ ആകാശമെല്ലാം ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. സൂര്യൻ അസ്തമിക്കാനായി നിൽക്കുന്നു. ചുറ്റുപാടും കടലും ആകാശവും എല്ലാം കൊണ്ടും ഒരു ഹെവൻലി ഫീലാണ് ഇപ്പോൾ ഇവിടെ. അങ്ങനെ നമ്മളുടെ ഡേ 1 അവസാനിച്ചു. നെക്സ്റ്റ് പാർട്ടിൽ രാമേശ്വരം ക്ഷേത്രവും അവിടുത്തെ കാഴ്ചകളുമാണ്. പുതിയ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.